നമ്മുടെ CISF-ലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വനിതകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. ഒരുപാട് പേര് ചോദിച്ചാണ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതില്ലേ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. നേരത്തെ വനിതകളുടെ വിളിച്ചതുപോലെ തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ സ്പോർട്സ് പേഴ്സൺസിനുള്ളതാണ്. സ്പോർട്സ്മാൻ ആൻഡ് സ്പോർട്സ് വുമൻസിന് വേണ്ടി ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ GD ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ ഡ്യൂട്ടിയാണ്. 2025 CISF-ലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഉടനടി തുടങ്ങാൻ പോകുന്നത്. എപ്പം തുടങ്ങും? 18/5/2025 എന്ത് ചെയ്യും? അപേക്ഷ തുടങ്ങും. 6/6/2025 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ അപേക്ഷിക്കേണ്ട ഡേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 18/5/2025 മുതലാണ് തുടങ്ങുക. 6/6/2025 വരെ നമുക്ക് അപേക്ഷിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാമെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും ജനറൽ ഡ്യൂട്ടി GD ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. GD പോസ്റ്റിലേക്കാണ് ക്ഷണിക്കാനായിട്ട് പോകുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. തുടക്കത്തിൽ ഇതിൻ്റെ ട്രയൽ ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തന്നെ ഓൾസോ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലാണ് ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രയൽ ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഫിസിക്കലി വരായിട്ടുള്ള, അതായത് നമ്മുടെ ഹൈറ്റൊക്കെ നോക്കും. അല്ലാണ്ട് ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാകുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് എക്സാമിനേഷൻ ഇല്ലാന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. എക്സാം ഇതിൽ പറയുന്നില്ല. പിന്നെ പേ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 25,500 മുതൽ 81,100 വരെ ലഭിക്കും. സോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കുറച്ച് ബ്ലറായിട്ടാണ് കാര്യങ്ങളുള്ളത്. അതായത് ഷോർട്ട് നോട്ടീസാണിത്. ഒഫീഷ്യൽ നോട്ടീസ് ഇറങ്ങുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ പങ്കെടുത്ത നിങ്ങൾക്കുള്ള ഫിസിക്കൽ സ്പോർട്സ് ഐറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇത്ര നാളും പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സ്പോർട്സ് ഐറ്റത്തിൻ്റെ ഒരു സ്പെല്ലിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ ചിലതൊന്നും എനിക്ക് വായിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഞാനൊരു സ്പോർട്സ് ഫീൽഡുമായിട്ട് വലിയ റിലേറ്റ് ചെയ്ത് നിൽക്കാത്ത ആളായതുകൊണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ ആ സ്പോർട്സിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത്. ഇതെനിക്കറിയാം. വൂഷു ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വൂഷു പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൈക്കാണ്ടോ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇത് കരാട്ടെ ആയിരിക്കും. കരാട്ടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കരാട്ടെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് എനിക്ക് ക്ലിയർ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പങ്കെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്താണ് സ്പോർട്സ് ഐറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആർച്ചറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കയാക്കിംഗ് പറയുന്നുണ്ട്. പിന്നെ കനോയിങ് പറയുന്നുണ്ട്. അതുപോലെ റോയിങ് പറയുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ പറയുന്നുണ്ട്. ഹാൻഡ്ബോൾ പറയുന്നുണ്ട്. ജിംനാസ്റ്റിക് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇവൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് അതായത് ടോട്ടലായിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്ര കിലോയിൽ പങ്കെടുത്തവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര മീറ്ററാണ്, റേസ് ആണെങ്കിൽ എത്ര മീറ്ററാണ്, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളും കൂടി അതിൻ്റെ ചുവടെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ജിംനാസ്റ്റിക് പറയുന്നുണ്ട്. ജിംനാസ്റ്റിക് ടീം ഇവൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ടീം ഇവൻ്റ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഫെൻസിങ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കോ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പങ്കെടുത്തതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതെനിക്ക് തോന്നുന്നു ഫ്രീ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേ ബി എന്തെങ്കിലും സ്വിമ്മിങ് ആവാനാണ് സാധ്യത. സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വോളിബോൾ കൊടുത്തിട്ടുണ്ട്. ടീം ഇവൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ വേക്കൻസി നിങ്ങൾക്ക് വരുന്ന ഇവിടെ നോക്കി കാണാൻ സാധിക്കും. ആദ്യത്തെ ബോക്സ് കൊടുക്കുന്ന വേക്കൻസി, ഈ വേക്കൻസി എന്ന് പറയുന്നത് മെയിൽസിനും, ഇവിടെ കൊടുത്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഫീമെയിൽസിനുമാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ ഒരു ബോക്സിലുള്ളത് മെയിൽസിനും ഈ ഒരു ബോക്സിലുള്ള ഫീമെയിൽസിനുമാണ്. അതിൻ്റെ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. അധികം എക്സ്പ്ലനേഷൻ എന്തായാലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആയിരിക്കും. +2ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പം കാണിച്ചിട്ടുള്ള ഈ ഒരു സ്പോർട്സ് ഐറ്റത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. CISF-ൻ്റെ വെബ്സൈറ്റിലൂടെ ആയിരിക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ട വരിക എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 18-ാം തീയതി അപേക്ഷ തുടങ്ങുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക.